അസ്സലാമു അലൈക്കും. ഇത്താത്തയാണ്. ഏറെ ക്ഷമിക്കുകയും പൊറുക്കുകയും വിട്ടുവീഴ്ച മനോഭാവമുള്ള ആളുകൾ ചിന്തിക്കുന്നത്, എത്ര ക്ഷമിച്ചിട്ടും എത്ര വിട്ടുവീഴ്ച ചെയ്തിട്ടും ഇവരെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ്. ഒരു കാര്യം പറയട്ടെ, ഏറെ ക്ഷമിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ ഒരു കവാടത്തിലൂടെ കിടന്നു പോവാം എന്നുള്ളതാണ് കേട്ടോ. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കാണ് ക്ഷമിക്കാനുള്ള കഴിവുണ്ടാകും. അവരുടെ മനസ്സിലെ നന്മയാണത്. അവർ പുറത്തു കൊടുക്കുന്നതും അവരുടെ മനസ്സിലെ നന്മയാണ്. ആ ഒരു വെളിച്ചം അള്ളാഹു നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നു എങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ കഴിയുന്നിടത്തോളം ക്ഷമിക്കുക, പൊറുക്കാൻ കഴിയുന്നിടത്തോളം പൊറുക്കുക. എന്നിട്ടും നമ്മളെ മനസ്സിലാക്കാത്ത ഇടത്തു നിന്നും നമ്മൾ പതിയെ മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. ഇബ്ലീസിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകുന്നത് കുടുംബത്തിലെ സന്തോഷം ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ പരസ്പരം വഴക്ക് കൂടിപ്പിക്കുക, മിണ്ടാതെ നടക്കുക, കുടുംബത്തിലെ ഐക്യം ഇല്ലാതാക്കുക. അത് ഇബ്ലീസിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആർക്കാണോ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുക, അത് ഭാര്യക്കായിരിക്കും, ചിലപ്പോൾ ഭർത്താവിനായിരിക്കും, അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങളിൽ നമുക്ക് കഴിയുമെങ്കിൽ നമ്മളത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരുപാട് താഴ്ന്നിട്ടും നമ്മളെ മനസ്സിലാക്കാത്തിടത്ത് നിന്നും നമ്മൾ പതിയെ മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും.